എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പൈനാപ്പിൾ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പൈനാപ്പിളിന് പകരം ഏത് സീസണൽ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ പുഡിങ് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുറിച്ചെടുത്തപ്പോൾ ഒരു 1.5 കപ്പ് ഉണ്ട്. ഇനി ഒരു പാനിലേക്ക് ഈ മുറിച്ചെടുത്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓവറായിട്ട് അലിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് ഈ പൈനാപ്പിൾ കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ പരുവത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് സോക്ക് ചെയ്ത് വെച്ച് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ചൈന ഗ്രാസ് പകുതിയോളം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കടായിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം, അതായത് 1/2 ലിറ്റർ പാല്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പഞ്ചസാരക്ക് പകരം 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കാം. ഇനി അഥവാ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മെൽറ്റാക്കി വെച്ച് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് അരിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ നേരിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചൈന ഗ്രാസിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് മെൽട്ടായിട്ട് വന്നോളും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചൈന ഗ്രാസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് കുക്ക് ചെയ്ത് വെച്ച പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 ഭാഗം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത്. ഇനി ഈ പുഡിംഗ് ട്രേയിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പാൽക്കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ അരിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബദാമാണ് ചേർക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ചെറിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്